KSUവിൻ്റെ പ്രതിഷേധം അവിടെ നടക്കുന്നു. കണ്ണൂരാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്കാണ് KSUവിൻ്റെ മാർച്ച്. കണ്ണൂർ ITI ആക്രമണ കേസിൽ SFI പ്രവർത്തകരായ മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ആക്രമിക്കപ്പെട്ട KSU പ്രവർത്തകർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച്. അവിടെ വലിയ പോലീസ് സന്നാഹത്തൊന്നും കാണുന്നില്ല. അവിടെ കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്കാണ് KSUവിൻ്റെ മാർച്ച്. അവിടെ വലിയ പ്രതിഷേധം തീർക്കുന്നു KSU പ്രവർത്തകർ. അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് അവരുടെ പ്രതിഷേധം തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു പോലീസ് സന്നാഹത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നില്ല. എന്തായാലും സംഘർഷത്തിലേക്ക് ഏറ്റുമുട്ടലിലേക്കൊന്നും കാര്യങ്ങൾ ഇതുവരെ കൊണ്ട് പോകുന്നില്ല. കണ്ണൂർ ITI കഴിഞ്ഞ ആഴ്ചയാണ് വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. അവിടുത്തെ KSU ജില്ലാ യൂണിറ്റ് പ്രസിഡന്റിന് വലിയ പരിക്കേൽക്കുകയും ആശുപത്രിയിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. SFI പ്രവർത്തകർക്കും അതിൽ പരിക്കുണ്ട് എന്ന് SFI നേതൃത്വം ആരോപിച്ചിരുന്നു. സജോ ദേവസ്യ ചെയ്യുന്നു. സജോ, ഏതെങ്കിലും തരത്തിലൊരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടോ? ഹാഷ്മിയും KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കമ്മീഷണർ ഓഫീസിന് തൊട്ടടുത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് കെട്ടി സമരക്കാരെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡിന് മുകളിലടക്കം പ്രവർത്തകർ കയറി നിൽക്കുന്നത് കാണാം. വലിയ പ്രവർത്തക പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. പ്രവർത്തകർ പക്ഷേ ബാരിക്കേഡിന് മുകളിലടക്കം കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ തോട്ടട ITIയിൽ ഉണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയാണ് പ്രതിഷേധത്തിലേക്ക് മറ്റുമൊക്കെ നയിച്ചത്. KSU പ്രവർത്തകരടക്കമുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൽ KSU ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ITI അക്രമ കേസിൽ ഒരു SFI പ്രവർത്തകനാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതായത് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിനെ അടക്കം ക്രൂരമായി വളഞ്ഞു വെച്ച് മർദ്ദിച്ചിരുന്നു. അതിൽ ഒരു SFI പ്രവർത്തകൻ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. 11ഓളം SFI പ്രവർത്തകരെ മാത്രം പേരടക്കം ഉൾപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ അറസ്റ്റിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ആ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അക്രമത്തിന് ഇരയായ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ അടക്കമുള്ള ആളുകൾക്കെതിരെയും സമാന വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഇത് നീതി നിഷേധമാണ്. റിബിൻ അടക്കമുള്ള ആളുകൾക്ക് മർദ്ദനമേൽക്കുകയാണ് ചെയ്തത്. അവർക്കെതിരെയും സമാന ചാർജുകൾ ചുമത്തി കേസെടുത്തത് അനീതിയാണ്. അത് പിൻവലിക്കണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയുള്ള KSU പ്രവർത്തകർക്ക് നേരെ അക്രമത്തിന് ഇരയായ പ്രവർത്തകരും കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് അവർ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അതായത് ഈ കേസിലടക്കം ഇരു വിഭാഗത്തിലും പെട്ട ആളുകൾക്കെതിരെ സമാന കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നു. അത് പോലീസ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നതാണ് അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏകപക്ഷീയമായ അക്രമമാണ് അവിടെ KSU പ്രവർത്തകർ നേരിട്ടത് എന്നാണ് KSUവിൻ്റെ ആരോപണം. ഒപ്പം ഈ ക്യാമ്പസിൽ SFIയുടെ നേതൃത്വത്തിൽ ഇടിമുറിയുണ്ട് എന്ന ആക്ഷേപം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു കർശനമായ നടപടി ഉണ്ടാകണം, വ്യക്തമായ അന്വേഷണം വേണം എന്നുൾപ്പെടെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. നിലവിൽ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ കാര്യമായ SFI പ്രവർത്തകരുടെ സാന്നിധ്യം അടക്കമുണ്ട്. സംസ്ഥാന നേതാക്കളാണ് മാർച്ച് നയിക്കുന്നത്. തോട്ടടയിലടക്കം പുറത്തുനിന്നുള്ള CPIM പ്രവർത്തകരുടെയും DYFI പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടി തുടർച്ചയായ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ പതിറ്റാണ്ടുകളായി SFIക്ക് വലിയ ആധിപത്യമുള്ള ക്യാമ്പസാണ്. ഇത്തവണയാണ് KSU അടക്കം നേരത്തെ യൂണിറ്റ് രൂപീകരിക്കാൻ പലതവണ ശ്രമം നടത്തുകയും യൂണിറ്റ് രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും KSU അവിടെ യൂണിറ്റ് തോട്ടട ITIയിൽ രൂപീകരിക്കുകയും തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ നോമിനേഷൻ നടപടിക്രമങ്ങളുടെ ഇടയിലാണ് സംഘർഷം ഉണ്ടാവുകയും ആ തിരഞ്ഞെടുപ്പടക്കം മാറ്റിവെക്കുകയും ചെയ്തത്. അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിയുന്നില്ല. അവിടെ ഒരു കൊടി സ്ഥാപിച്ചാൽ അതുപോലെ നശിപ്പിക്കുന്നു, പ്രവർത്തകരെ ഈ രൂപത്തിൽ ക്രൂരമായി ആക്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് KSU മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇനിയിപ്പോൾ അവിടെ നേരത്തെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കോളേജ് അടച്ചിടുകയും പിന്നീട് സർവകക്ഷി യോഗം വിളിച്ചതിന് ശേഷം ക്യാമ്പസ് വീണ്ടും തുറക്കാനുള്ള തീരുമാനം അടക്കം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇനിയിപ്പോൾ അവിടെ സംഘടനാ സ്വാതന്ത്ര്യം അടക്കം അനുവദിക്കണം. അതിന് പോലീസ് പലപ്പോഴും ഏകപക്ഷീയമായാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് പോലീസ് നിൽക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളാണ്. അതായത് ഇപ്പോൾ സമരം സംസ്ഥാന നേതാക്കളൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷവും അതിലും വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ പോലീസ് സന്നാഹത്തെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെ ഗതാഗതം നിയന്ത്രിച്ച് അവിടെ ബാരിക്കേഡ് കെട്ടി അടച്ച് ഈ ഭാഗത്തൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. മറുഭാഗത്തു
കൂടി വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്ന പശ്ചാത്തലം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കിയത്, വലിയ പോലീസ് സന്നാഹത്തെ അടക്കം വിന്യസിക്കുകയും ചെയ്തത്. നിലവിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ പ്രവർത്തകർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേതാക്കളുടെ അഭിസംബോധനയൊക്കെ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ അറിയാം. ഏതായാലും സംഘർഷ സാധ്യത നേരത്തെ തന്നെ വിലയിരുത്തിയതും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സുരക്ഷ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം അടക്കം ഇവിടെ ഉണ്ട് താനും. ഏതായാലും തോട്ടട ITA വിഷയം സംസ്ഥാന തലത്തിലടക്കം പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാക്കി മാറ്റും എന്ന് നേരത്തെ തന്നെ KSU പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ കൂടി ഭാഗമാണ്. കാരണം അവിടെ മാധ്യമങ്ങളുടെ അടക്കം സാന്നിധ്യം ഉണ്ടായപ്പോൾ തന്നെ വലിയ സംഘർഷം ഉണ്ടായി. റിബിന് നട്ടലിലും കഴുത്തിനും അടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന സാഹചര്യം അടക്കമുണ്ട്. റിബിനാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത്. SFI പറയുന്നത് അവിടെ KSUവും സംഘർഷം ഉണ്ടാക്കി എന്നൊക്കെയാണ് അവരുടെയും ആരോപണം. പക്ഷേ അവിടെ ഒരു പ്രവർത്തനയടക്കം അതിക്രൂരമായി വളഞ്ഞു വെച്ച് മർദ്ദിക്കുന്നതടക്കമുള്ളത് സംഭവിച്ച കാര്യമാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ KSUവിന് കുസാറ്റിലടക്കം നേട്ടമുണ്ടാക്കാനായിരുന്നു. അതുകൊണ്ട് അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തുടർച്ചയായി ക്യാമ്പയിൻ ചെയ്യും എന്ന് നേരത്തെ തന്നെ KSU നേതൃത്വം വ്യക്തമാക്കിയ കാര്യവുമാണ്. ഏതായാലും പ്രതിഷേധ മാർച്ച് ഈ കമ്മീഷൻ ഓഫീസിന് ഒരു 50 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. നേതാക്കൾ ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് വലിയ പോലീസ് സന്നാഹത്തെ അടക്കം വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. സജോ ദേവസ്യാണ് വാർത്ത. KSUവിന്റെ പ്രതിഷേധമാണ് കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച്. പരിക്കേറ്റ അവിടുത്തെ KSU യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതടക്കം പിൻവലിക്കണം. SFI പ്രവർത്തകരെ മർദ്ദനത്തിൽ ഉൾപ്പെട്ട SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് KSUവിന്റെ മാർച്ച്.